വീണ്ടും കർത്താവ് നമുക്കൊരിക്കൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ നമുക്ക് ഓർക്കുവാനായിട്ട് ദൈവം ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ നൽകി. ക്രിസ്മസ് എപ്പോഴും സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത് നമ്മൾ അർത്ഥവത്തായി ഓർക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു വിധമായ തെറ്റുമില്ല. അത് ക്രിസ്ത്യാനികളെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അത് നമുക്ക് 25-ാം തീയതിയാണോ ജനുവരി 6 ഏത് ദിവസമാണെന്നോ അങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളും ഒക്കെ കാണാം. അതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല. അത് ഏത് ദിവസമായിക്കോട്ടെ. പക്ഷേ എല്ലാ വർഷത്തിലും ഒരിക്കൽ യേശു നമുക്ക് വേണ്ടി ജനിച്ച കാര്യം ഒന്ന് പ്രത്യേകമായിട്ട് ഓർക്കുകയും അതിലൊരുമിച്ച് സന്തോഷിക്കുകയും ചെയ്യുന്നതിൽ അത് ദൈവം നമുക്ക് നൽകിയ ഒരു കാര്യമാണ്. നമ്മളത് സന്തോഷിക്കണം, അതിനകത്ത് യാതൊരു കുഴപ്പവുമില്ല. കർത്താവ് ജനിച്ചതും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ നിമിത്തമാണ് നമ്മൾ ഇന്നെല്ലാവരും ഈ ഒരു സന്തോഷവും ഈ ഒരു സമാധാനവും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നത്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യേശു എന്ന് പറയുന്ന ദൈവപുത്രൻ, ദൈവം തന്നെ മനുഷ്യനായി പിറന്നവൻ ഈ ഭൂമിയിൽ വന്നു നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുകയും യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുകയും ചെയ്യാത്തൊരവസ്ഥയായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയായിരുന്നു അല്ലേ? നമ്മുടെ കുറ്റബോധത്തിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ തകർച്ചകളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ജീവിതത്തിൽ വീണ്ടും ഒരു ജീവിതം, അടുത്തൊരു ജീവിതമേ ഇല്ലെന്നോർത്ത് ഒക്കെ പലരും പലതരത്തിലുള്ള അസാൻമാർഗിക ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സ്വയം ജീവിതം നശിപ്പിക്കുന്നതിലേക്കൊക്കെയും കടന്നു പോകാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു പ്രത്യാശ തരുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ എല്ലാം പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്നു. യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, അവൻ വീണ്ടും കടന്നു വരുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. യേശു ജനിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ വിഷയം മാത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ദൂതന്മാർ ഒരുമിച്ച് പാടി സ്തുതിച്ച ആ വചനത്തിൽ നിന്നൊരു കാര്യം മാത്രം പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന് വായിക്കാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നമുക്കിതിൻ്റെ പശ്ചാത്തലം അറിയാം. ജോസഫും മേരി പൂർണ്ണ ഗർഭവതിയായിരിക്കുന്ന സമയത്ത് അവരുടെ സെൻസസിൻ്റെ ഭാഗമായിട്ട് അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന്, നസറേത്തിൽ നിന്ന് അവർക്ക് അവരുടെ പിതാക്കന്മാരുടെ ദേശമായ ബേത്ലഹേമിലേക്ക് പോയിട്ട് അവർക്ക് പേര് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചപ്പോഴത്തേക്ക് മനസ്സിലായത്, നസ്രേത്തിൽ നിന്ന് ഈ ബേത്ലഹേം വരെ എത്തുവാനായിട്ട് 80 മൈലുണ്ട്. 80 മൈലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കണക്ക് ഞാൻ നോക്കിയത് 128 കിലോമീറ്റർ. അത്രയും ദൂരം യാത്ര ചെയ്ത് ഈ ഒരു അവസ്ഥയിൽ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുവാനായിട്ട് പോകുന്ന ഈ ഒരു വേളയിൽ ഇതുപോലെ ഒരു യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്ത് അവിടെ എത്തി കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കാണും. അപ്പോൾ മേരിക്ക് പ്രസവത്തിനുള്ള സമയമാകുന്നു. എന്നാൽ വലിയൊരു ആൾക്കൂട്ടവും ജനാവലിയും ഒക്കെ ആ നഗരത്തിലുള്ളതുകൊണ്ട് ഇവർക്കതിന് പറ്റിയ ഒരു സ്ഥലം അവർക്ക് ലഭിക്കുന്നില്ല. പലയിടത്തും അന്വേഷിച്ച് കാണുമായിരിക്കാം. അവിടെയൊക്കെ സത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സത്രത്തിൽ കയറിയപ്പോഴും സത്രത്തിലും ചിലപ്പോൾ ശരിയായ ഇട കാണത്തില്ല. അല്ലെങ്കിൽ ആ സത്രക്കാരൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ഇവിടെ ഒരു കാലിത്തൊഴുത്തുണ്ട്, അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ താമസിക്കാം, നിങ്ങൾക്ക് അവിടെ ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനൊരു സ്ഥലം മാത്രം കൊടുത്തു. എവിടെയാണ് യേശു ജനിച്ചതെന്നും ബൈബിൾ എഴുതിയിട്ടില്ല. കാലിത്തൊഴുത്തിൽ അവനെ കിടത്തിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് പ്രസവിച്ചതാണോ? ചിലർ പറയുന്നത് ഒരു ഗുഹയിലാണ്. ഇനി അല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് പറയുന്നത് ഒരു പബ്ലിക് കോർട്ട്യാർഡിലായിരിക്കാം. എവിടെയോ വെച്ച് മറിയ ഈ യേശുവിന് ജന്മം നൽകി പ്രസവിച്ചു. പക്ഷേ ഈ കുഞ്ഞിനെ ഇപ്പോൾ വെക്കുവാനായിട്ട് വേറെ സ്ഥലമില്ല, കല്ലുതൊഴുത്തിൽ വെച്ചു.
ഈ ഒരു സന്ദേശം ആദ്യമായിട്ട് ലഭിക്കുന്നത് ഇടയന്മാർക്ക്. അടിയന്മാർക്ക് ആ സന്ദേശം ലഭിച്ച ശേഷമാണ് നമ്മൾ ഈ ഒരു സംഗീതം ദൂതന്മാരുടെ നമ്മൾ അവിടെ കാണുന്നത്. അവർക്ക് ലഭിച്ച സന്ദേശം എല്ലാവർക്കും ഉണ്ടായ മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു, അല്ലേ? യേശു ജനിച്ചോ എന്നുള്ള ആ സന്ദേശം ആദ്യമായിട്ട് ലഭിക്കുന്ന ഇടയന്മാരെന്ന് പറഞ്ഞാൽ അന്ന് ആ സമൂഹത്തിൽ ഏറ്റവും താണ അവസ്ഥയിലുള്ള ആൾക്കാർ ആ സമൂഹത്തിലെ ഈ ഇടയന്മാരാണ് യെരൂശലേമിൽ യാഗം അർപ്പിക്കാൻ വേണ്ടി ആടുകളെയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇവർ ഈ ആടുകളുമായിട്ട് ഇടപഴകുന്നതുകൊണ്ട് തന്നെ അവരെ യഹൂദന്മാർ എപ്പോഴും മാറ്റി നിർത്തും. കാരണം അവരെ തൊട്ടാലോ അവരുടെ അടുത്ത് പോയാലോ എല്ലാം അശുദ്ധമാകും. എന്നാൽ അവർ നൽകുന്ന അല്ലെങ്കിൽ അവർ പാലിക്കുന്ന ആടുകളെയാണ് ഇവരുടെ മതമേധാവികളൊക്കെ അവരുടെ നിന്ന് മേടിച്ച് മറ്റുള്ളവർക്ക് വലിയ വിലയ്ക്ക് വിറ്റുമൊക്കെയാണ് അവിടെ എല്ലാ സമയത്തും യെരൂശലേം ദേവാലയത്തിൽ യാഗമൊക്കെ നടക്കുന്നത്. എന്നാൽ ഇന്ന് ഈ ഇടയന്മാർക്ക് ഈ സന്ദേശമെല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ദൂതന്മാർ ആ ഒരു സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ ആ ദൂതന്മാരും പാട്ടുപാടുകയാണ് ഇങ്ങനെ: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇത് പറയുമ്പോഴത്തേക്ക് അന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യവുമായിട്ട് വലിയ ബന്ധമുണ്ട്. അന്ന് അഗസ്റ്റസ് സീസറിനാണ് എല്ലാവരും മഹത്വം കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ദൂതന്മാർ പറയുക ഇന്നിപ്പം മഹത്വം ആർക്കാ? ദൈവത്തിനാണ് മഹത്വം എന്നെല്ലാവരും പറഞ്ഞു. സീസറാ ഭരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് റോമയിൽ വലിയ സമാധാനമാണെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ദൂതന്മാർ പറയുക അഗസ്റ്റസ് സീസറിനല്ല മഹത്വം, ദൈവത്തിനാണ് മഹത്വം. സമാധാനം ലഭിക്കുന്നതിൻ്റെ കാര്യം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് സമാധാനം. അല്ല റോമ ഗവൺമെൻറ് ഇവിടെ ഭരണം നടത്തുന്നതുകൊണ്ടോ സീസർ ഭരണം നടത്തുന്നതുകൊണ്ടോ ഒന്നുമല്ല സമാധാനം. ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ചവർക്കാണ് സമാധാനം. ഇന്ന് ഈ വർഷത്തെ ഈ ക്രിസ്മസിൽ എനിക്ക് തോന്നുന്നു സമാധാനത്തിന് വലിയൊരു പ്രാധാന്യതയുണ്ട്. നമ്മുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിലും ആ സമാധാനത്തിന് പ്രാധാന്യതയുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ആ സമാധാനത്തിന് പ്രാധാന്യത മാത്രമല്ല, ലോകപരമായിട്ട് മൊത്തം ലോകം നമ്മൾ നോക്കുവാണെങ്കിലും ഈ സമാധാനത്തിന് വലിയ പ്രാധാന്യതയുണ്ട്. അത് മണിപ്പൂരിലെ കാര്യമാണെങ്കിലും, അത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ളതാണെങ്കിലും, സിറിയയിലുള്ളതാണെങ്കിലും ലോകത്തിന് ഇന്ന് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം സമാധാനമാണ്. ഈ സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് പേര് പറഞ്ഞ ഒരു സമാധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഓർക്കും. അത് രണ്ട് പേരുള്ള കോൺവെർസേഷനിൽ സംഭവം. ഒന്ന്, നോർത്ത് ഇന്ത്യയിൽ വെച്ച് ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ സുവിശേഷക്കാരോട് എല്ലാം പറയാനും വേണ്ടി എൻ്റെ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്താണ് ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ചുമ്മാ ഒരാളോട് വർത്താനമൊക്കെ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ, അല്ലെങ്കിൽ എന്താണ് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശാന്തിക്കേലിയെ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വേറൊരാൾ ഞങ്ങൾ ഏറ്റുമാനൂർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്നൊരാൾ ഞങ്ങളുടെ കൂടെ കുറച്ചാൾ ഞങ്ങളുടെ കൂടെയുള്ള കെയർ സെല്ലുകൾക്കൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഞങ്ങളങ്ങനെ ചോദിച്ചു, യേശുവിനെ കണ്ടുമുട്ടിക്കൊണ്ട് നിങ്ങൾക്കൊക്കെ എന്തുമൊക്കെയാണ് ലഭിച്ചോ ഞാൻ പലരോടും ചോദിച്ചു. ആ ഗ്രൂപ്പിലുള്ളവരോട് ചോദിച്ചപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു, എനിക്ക് സമാധാനം ലഭിച്ചു. ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് സമാധാനം ലഭിക്കുന്നത്. അതിനകത്തൊരു കാര്യമുണ്ട്, ഈ അത് നമ്മൾ വെറുതെ സമാധാനം യേശു ജനിച്ചതുകൊണ്ട് എല്ലാവർക്കും കിട്ടത്തില്ല. ലോകത്തിന് സമാധാനം തരാൻ വേണ്ടി തന്നെയാണ് യേശു ജനിച്ചത്. എങ്കിലും ഈ സമാധാനം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ഫേവർ, അത് വേറൊരു ട്രാൻസ്ലേഷനിൽ ഓൺ ഹും ഹിസ് ഫേവർ റെസ്റ്റ്, നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രസാദം ആരിൽ വന്ന് ഫലിക്കുന്നോ അവർക്കാണ് ആ സമാധാനം ലഭിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പലരും ആ സമാധാനം അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഒരുമിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുക. മാത്രമല്ല, ആരെങ്കിലും എൻ്റെ ഉള്ളിൽ ഞാൻ ആ സമാധാനം അനുഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു ക്രിസ്മസ് ഈവിലെ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള സമാധാനം അനുഭവിച്ച് വേണം നമ്മൾ കടന്നു പോകേണ്ടത്. സമാധാനത്തിന് ഒത്തിരി അർത്ഥങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ശാലോം എന്നുള്ള അതിന് പലവിധ അർത്ഥങ്ങളുണ്ടല്ലോ. 4 തരത്തിലുള്ള അർത്ഥങ്ങൾ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഒന്ന്, ഒരാളുടെ ഹോൾനെസ്, ഒരു സമ്പൂർണ്ണത, മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ളൊരു ആരോഗ്യത്തെക്കുറിച്ച് പറയുന്നു. രണ്ടാമതായിട്ട് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ബന്ധത്തിലുള്ളൊരു നല്ലൊരു റിലേഷൻഷിപ്പ്, റൈറ്റ് റിലേഷൻഷിപ്പ്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ
ആ ബന്ധങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കുന്ന ആ രീതിയിലുള്ളൊരു സമാധാനം. മൂന്നാമതായിട്ട് ഒരു പ്രോസ്പെരിറ്റി, വലിയൊരു ഉയർച്ച, വലിയ തരത്തിലുള്ള ഒരു അനുഗ്രഹം, സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള നന്മകൾ, സക്സസ്, ഫുൾഫിൽമെൻറ്റ്, അതുപോലെയുള്ള കാര്യങ്ങൾ അർത്ഥത്തിലും ശാലോം എന്നുള്ള വാക്ക് കാണാം. പിന്നെ ശത്രുവിൻ്റെ മേൽ ജയം നേടുന്നതും സമാധാനമായിട്ട് ഈ ശാലോം എന്നുള്ള വാക്കിന് അർത്ഥമുണ്ട്. സമാധാനത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പിൽ ഒരു ക്രിസ്മസ് ഈവനിങ്ങിൽ സംഭവിച്ച ഒരു കാര്യം നമ്മളൊന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. 1914 നമുക്കറിയാം, ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് ഒരു 5 ആഴ്ച ആ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു 1 മില്യൺ ആൾക്കാരോളം ഈ യുദ്ധത്തിൽ ഇപ്പോൾ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. ആ ഒരു ക്രിസ്മസ് ഈവനിങ്ങിൽ 2 സൈഡുകളിലായിട്ട് ഒരു അതിർവരമ്പുകളിട്ട് 2 വശത്തായിട്ട് ജർമ്മൻ പടയാളികളും മറുവശത്ത് ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് പടയാളികളും ഉണ്ട്. ക്രിസ്മസ് ഈവനിങ് ആയപ്പോഴത്തേക്ക് ഈ ജർമ്മൻ സോൾജിയേഴ്സ് അവരെന്ത് ചെയ്തു? സൈലൻ്റ് നൈറ്റ് എന്നുള്ള പാട്ട് പാടുവാനായിട്ട് തുടങ്ങി. നോക്കിയപ്പോഴത്തേക്ക് അപ്പുറത്തുള്ള ബ്രിട്ടീഷുകാരും ഇത് കേൾക്കുന്നു. അവരും പെട്ടെന്ന് അപ്പുറത്ത് നിന്നുകൊണ്ട് അവരും പാട്ട് പാടുന്നു. കരോൾ സോങ്സൊക്കെ അവർ ഒരുമിച്ച് പാടി. ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു രാത്രി അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് ജർമ്മൻ പടയാളികൾ ഈ അതിർത്തിയുടെ, നമുക്കറിയാം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഇത് വരുമ്പോഴത്തേക്ക് ഒരു ലൈനുണ്ട്. അവിടെ എല്ലാവർക്കും നിൽക്കാവുന്ന ആൾക്കാർക്ക് പോകാവുന്ന ഒരുവുണ്ട്, എന്നാൽ അവർക്ക് കടക്കാൻ മേലാത്തൊരു ഭാഗമുണ്ട്. മാത്രമല്ല ആരും ക്ലെയിം ചെയ്യാത്ത, ഒരു മനുഷ്യനും വരാൻ മേലാത്ത നോ മാൻസ് ലാൻഡ് എന്ന് പറയുന്ന ഒരു ഭാഗവും കാണും. എന്നാൽ ഇപ്പോൾ ഈ ജർമ്മൻ പടയാളികൾ എന്ത് ചെയ്തു? ഈ ലൈനൊക്കെ കടന്ന് പതുക്കെ ഈ അതിർത്തികൾ കടന്ന് അപ്പുറത്തോട്ട് എത്താനായിട്ട് നോക്കുന്നു. പെട്ടെന്ന് ഈ ബ്രിട്ടീഷുകാർക്കൊരു ഭയം തോന്നി. ഇവരെന്നാ വല്ല ഒരു തന്ത്രമാണോ, വേറൊരു യുദ്ധതന്ത്രം വല്ലതുമാണോ നമ്മളെ തകർക്കാനായിട്ടുള്ള തോന്നി. എങ്കിലും നോക്കിയപ്പോഴത്തേക്ക് ജർമ്മൻകാരുടെ കയ്യിലൊന്നും ആയുധങ്ങളൊന്നുമില്ല. ആയുധങ്ങളൊക്കെ അവർ താഴെ വെച്ചു. ഇപ്പോൾ അടുത്തോട്ട് ചെന്നിട്ട് ഈ ബ്രിട്ടീഷ് പടയാളികളെ അവർ ഗ്രീറ്റ് ചെയ്യുന്നു, സ്വയം പരിചയപ്പെടുത്തുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായി ഇവർ യഥാർത്ഥമായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പിനായിട്ട് വന്നിരിക്കുവാണ്. ഇപ്പോൾ ഇന്ന് ആ 25-ാം തീയതി ഇപ്പോൾ ഈ ജർമ്മൻകാർ ബ്രിട്ടീഷുകാരുടെ ആ ഭാഗത്തെത്തുന്നു. ഇവരൊരുമിച്ച് അന്ന് അവിടെ ഗിഫ്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു, ഒരുമിച്ച് അവർ ഫുട്ബോൾ കളിക്കുന്നു, ഒരുമിച്ച് ആ ഒരു ദിവസം മുഴുവനും അവർ ക്രിസ്മസ് ആഘോഷിച്ചു. ആ ഒരു ദിവസം അതുവരെ ഉണ്ടായിരുന്ന വൈര്യമെല്ലാം മാറിപ്പോയി. ക്രിസ്മസിന് ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളിലുള്ള അസ്വസ്ഥതകളെയൊക്കെ നിർത്തുവാനായിട്ട് സാധിക്കും. കാരണം യേശുവാണ് നമുക്ക് മിഡിലായിട്ട് നിൽക്കുന്നത്. യേശുവിന് ഈ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് മരണം വരെയും യേശുവിന് സാധിച്ചിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, യേശുവിൻ്റെ മരണസമയത്ത് 2 പേര് ഫ്രണ്ട്സായി. ആരാണ്? ഹെരോദാവും പീലാത്തോസും. പീലാത്തോസിൻ്റെ അടുത്തുനിന്ന് ഹെരോദാവിൻ്റെ അടുത്തോട്ട് യേശുവിനെ വിചാരണ ചെയ്യാനായിട്ട് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതുവരെ അവർ ശത്രുക്കളായിരുന്നു, ഇപ്പോൾ അവർ കൂട്ടുകാരായി തീർന്നു. സമാധാനം തരുവാനായിട്ട് തന്നെയാണ് യേശു ജനിച്ചത്. ഇനി നമ്മൾ വേദപുസ്തകത്തിലെ മറ്റ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിലും സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് സക്കരിയാവ് പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് പാടുന്നുണ്ട്. ലൂക്കോസിൻ്റെ 2:29 ശിമിയോൻ ഇങ്ങനെ പറയുന്നുണ്ട്, നാഥാ ഇനി എനിക്ക് സമാധാനത്തോടെ പോകാം, ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ ഞാൻ കണ്ടല്ലോ, ഇനി എന്നെ സമാധാനത്തോടെ എനിക്ക് കടന്നു പോകാമെന്നുള്ള പ്രത്യാശയോടുകൂടെ ശിമിയോൻ ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെ നോക്കുവാണെങ്കിൽ സമാധാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവനും അങ്ങനെയാണ്. ഇനി നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സമാധാനത്തിൻ്റെ സുവിശേഷമാണ് യേശു പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. യേശുവിൻ്റെ പ്രസംഗത്തിലെല്ലാം സമാധാനത്തിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു.
യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുവാനായിട്ടാണ് പറയുന്നത്. ലോകം തരുന്നത് പോലെയല്ല, നിങ്ങൾക്ക് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആർക്കും തരാൻ മേലാത്ത സമാധാനം നമ്മുടെ ജീവിതത്തിൽ തരുവാനായിട്ട് യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. 4 തരത്തിൽ നമുക്ക് ലഭിക്കുന്ന സമാധാനത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 1, ഈ സമാധാനം നഷ്ടപ്പെടുന്നത് പല കാര്യങ്ങളിൽ കൂടിയാണ്. ഒന്നാമത് സമാധാനം നഷ്ടപ്പെടുന്ന കാര്യം, നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിലാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത്. ദൈവം മനുഷ്യരായ നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ എപ്പോഴെപ്പോഴും ദൈവത്തിൻ്റെ വഴി വിട്ട് ദൈവം ആഗ്രഹിക്കുന്ന പാതകൾ വിട്ട് പോയപ്പോഴത്തേക്ക് എന്തു പറ്റി? മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അവിടെ അസമാധാനമുണ്ടായി. യേശുക്രിസ്തു വന്നത് മനുഷ്യനും ദൈവവുമായിട്ട് നഷ്ടപ്പെട്ടു പോയ ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടി. ഒന്ന് വായിക്കാമോ? റോമാലേഖനം 5:1 റോമർ 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ പ്രസാദം നമ്മളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക്, ദൈവത്തിൻ്റെ കൃപ നമ്മളെ ലഭിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ദൈവവുമായിട്ട് നഷ്ടപ്പെട്ടു പോയ ബന്ധം എന്തു ചെയ്യും? നമുക്ക് പുനഃസ്ഥാപിക്കുവാനായിട്ട് സാധിക്കും. ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഒരു വലിയ കൂട്ടം ആൾക്കാർ, ഞാൻ വിശ്വസിക്കും, ദൈവവുമായുള്ള ബന്ധം നിരപ്പിച്ചവരാണ്. എന്നാൽ ആരെങ്കിലും ചിലപ്പോൾ കാണുമായിരിക്കും, ഇന്നും ഞാനും ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുക, മുറിഞ്ഞിരിക്കുക, അത് ശരിയായിട്ടില്ല. ചിലപ്പോൾ നമ്മുടെയൊക്കെ മുമ്പോട്ടുള്ള യാത്രയിൽ എപ്പോഴും നമ്മൾ ദൈവവുമായിട്ട് എപ്പോഴും ഒരേപോലെയല്ല. ചിലപ്പോൾ ദൈവവുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ ഒരു ഈവനിങ്, ക്രിസ്മസിൻ്റെ ഈ ഒരു രാത്രി, നമ്മൾ ദൈവവുമായിട്ട് നഷ്ടപ്പെട്ടു പോയ ബന്ധം നമുക്ക് പുനഃസ്ഥാപിക്കാനുള്ള നല്ലൊരു അവസരമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ നമ്മളിൽ അസമാധാനം വന്നത്. എന്നാൽ ആ സമാധാനം നമുക്ക് യേശു ക്രിസ്തുവിൽ കൂടെ നഷ്ടപ്പെട്ടു പോയ ആ സമാധാനം നമുക്ക് വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നൊരു കാര്യം, നമുക്ക് നമ്മളോട് തന്നെയുള്ള യുദ്ധമാണ്. നമ്മളത് പലപ്പോഴും ആളുകൾ എത്രത്തോളം അത് റിയലൈസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ പല പ്രശ്നങ്ങളുടെയും കാരണങ്ങളായിട്ട് നമ്മൾ പറയുന്നത്, മറ്റുള്ളവരെ നമ്മൾ പറയുന്നത്, അവർ കാരണമാണ് അത് സംഭവിച്ചത്, ഇവർ കാരണമാണ്, അവർ പറഞ്ഞതുകൊണ്ടാണ്, അവർ ചെയ്തതുകൊണ്ടാണ്, എപ്പോഴും നമ്മളിങ്ങനെ പറയും. പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 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 ദേവദാസൻ, അദ്ദേഹം പറയാറുണ്ട്, ഒരു കൗൺസിലറാണ്, അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട്, നമ്മളെല്ലാം മനുഷ്യരെല്ലാവരും വോക്കിംഗ് സിവിൽ വാറാണ്. വോക്കിംഗ് സിവിൽ വാർ, നടക്കുന്ന ആഭ്യന്തര യുദ്ധം. നമ്മളിങ്ങനെ നമ്മളോട് തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കാരണം നമ്മുടെ ദേഷ്യവും നമ്മുടെ കോപവും നമുക്ക് നമ്മളോട് ഇഷ്ടമില്ലാത്തതുമെല്ലാം നമ്മൾ മറ്റുള്ളവരുടെ മേൽ പ്ലേസ് ചെയ്യുവാനായിട്ട് നോക്കും. നമുക്ക് നമ്മളോടുള്ള ബന്ധത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം യേശുമായുള്ള ബന്ധത്തിൽ കൂടെ നമുക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കും. ഒരു വാക്യം വായിക്കാമോ? റോമർ 8:6 ഒന്ന് വായിക്കാമോ? ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവുമാവുന്നു. അതിന് മുമ്പ് ജഡത്തിൻ്റെ അല്ല, അതിന് മുമ്പത്തെ വാക്യമാണോ? അതിന് ജഡത്തിൻ്റെ ചിന്ത എന്തു ചെയ്യുക? മരണം. ആത്മാവിൻ്റെ ചിന്ത എന്തുവാ? ജീവനും സമാധാനം. അപ്പം നമ്മളിൽ ഈ അസമാധാനം വരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പല വിധത്തിലും നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അല്ലേ? ജഡത്തിൻ്റെ ചിന്തകൾ, നമ്മുടേതായ പല ചിന്തകളും ആഗ്രഹങ്ങളും പല കാര്യങ്ങളും നമുക്കുണ്ട്. അത് പലപ്പോഴും മരണമാണെന്ന് പറയും. എന്നാൽ ആത്മാവിൻ്റെ ചിന്തയിലേക്ക് വരുമ്പോഴത്തേക്കോ
അതൊരു സമാധാനം മാത്രമാണ്. ഹല്ലേലൂയ, സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഇന്ന് ഈ വൈകുന്നേരത്തെ അടൂർ വിനിയാടിൻ്റെ ക്രിസ്മസ് പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ചൊരു ക്രിസ്മസ് സന്ദേശം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളുമായിട്ട് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബന്ധം നമുക്ക് പുനഃസ്ഥാപിക്കുവാനായിട്ട് യേശു ക്രിസ്തുവിൽ കൂടെ സാധിക്കും. മനുഷ്യർ പലപ്പോഴും മനുഷ്യരോട് തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, മനുഷ്യരോട് തന്നെ മല്ല് പിടിച്ചുകൊണ്ടിരിക്കുക, നമ്മളോട് തന്നെ നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ആത്മാവിൻ്റെ ചിന്തയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് സമാധാനം തരും. യേശുക്രിസ്തു വന്നത്, യേശുക്രിസ്തു ജനിച്ചത് നമുക്ക് ഓരോരുത്തർക്കും സമാധാനം നൽകുവാനായിട്ടാണ്. അടുത്ത് നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നൊരു കാര്യം, ഒന്ന് ഞാൻ പറഞ്ഞു ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, രണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരല്ല നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ, മൂന്നാമതായിട്ട് നമ്മുടെ സമാധാനം പോകുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലേ. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നൊരു കാര്യമല്ലേ, മറ്റുള്ളവർ തമ്മിൽ, കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ, അയൽപക്കക്കാർ തമ്മിൽ, ദേശങ്ങൾ തമ്മിൽ, കമ്മ്യൂണിറ്റികൾ, സമൂഹങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിലെല്ലാം പലപ്പോഴും മത്സരങ്ങൾ ഉണ്ട്. എന്നാൽ യേശുക്രിസ്തു വന്നത് ഇതിനെല്ലാം റെക്കൺസൈൽ ചെയ്യാൻ വേണ്ടിയാണ്. രണ്ടായിട്ട് പിരിഞ്ഞു നിൽക്കുന്നവർക്ക് യേശു വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ഒരുമിപ്പുണ്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ കഥ പോലെ ജർമ്മൻകാരും ബ്രിട്ടീഷുകാരും ആ ഒരു ക്രിസ്മസിൻ്റെ ദിവസം ഒരുമിച്ചെന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിൽ കൂടെ ഒന്നാകുവാനായിട്ട് സാധിക്കും. വേദപുസ്തകം അതിനും വചനം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 16 വരെ. ഓക്കെ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്ത് സമീപസ്ഥരായി തീർന്നു, അവൻ നമ്മുടെ സമാധാനം. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയും, യേശു ക്രിസ്തു മൂലം സമാധാനം. ഒരു സമയത്ത് ഈ യേശുവിലേക്ക് വന്ന ഈ ഒത്തിരി ആൾക്കാർ, പല പല സമൂഹങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരും യഹൂദന്മാരായ ആൾക്കാരും തമ്മിലൊന്നും ബന്ധമില്ലായിരുന്നു. യഹൂദന്മാരോർത്തു ഞങ്ങൾക്ക് മാത്രമേ ദൈവമുള്ളൂ എന്ന് ഓർത്തു. എന്നാൽ ഇന്ന് ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആൾക്കാരും ഒരുമിച്ച് വന്നപ്പോഴത്തേക്ക് അവർ തമ്മിലുള്ള വൈര്യമെല്ലാം പോയിട്ട് ഇവരെല്ലാം യേശു ക്രിസ്തുവിൽ കൂടി എന്തായി തീർന്നു, ഒന്നായിട്ട് തീർന്നു. മുഴുവൻ വായിച്ചോ 16 വരെ. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. വേർപാടിൻ്റെ നടിച്ചുവർ എന്ത് ചെയ്തു, ഇടിച്ചു കളഞ്ഞു. ഇത് യേശുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക്, യേശുവിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാതെ മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കുവാനായിട്ട് തോന്നും. കാരണം ആ യേശു എൻ്റെ ഒത്തിരി പാപങ്ങൾ ക്ഷമിച്ചു, അനവധിയായ പാപങ്ങൾ അവൻ ക്ഷമിച്ചു തന്നുകൊണ്ട് എനിക്കിനി മറ്റുള്ളവരുടെ മുഖത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് എന്നോട് അവർ ചെയ്ത തെറ്റിന് എനിക്ക് അവരോട് ക്ഷമിക്കാനേ പറ്റുള്ളൂ. നമ്മൾ യേശുവിനെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് മത്സരിച്ച് നമുക്ക് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ യേശുവിന് രണ്ട് പക്ഷങ്ങൾ തമ്മിലുള്ള വിരോധങ്ങളെയൊക്കെ മാറ്റിയിട്ട് യേശുവിന് നമ്മളിൽ ഒരു സമാധാനം വരുത്തുവാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടെ പറയാം. നാലാമതായിട്ട് നമുക്ക് പലപ്പോഴും സമാധാനം നഷ്ടപ്പെടുന്നത് വ്യക്തിപരമായ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ. അത് പല പല പ്രശ്നങ്ങളും മനുഷ്യർക്കുണ്ട് അല്ലേ. അത് ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെയുണ്ട്. രോഗമായിക്കോട്ടെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് അത് ലഭിക്കാത്തതായിരിക്കാം, മക്കളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, മറ്റ് പല പല കാര്യങ്ങൾ, പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാവരുടെ സമാധാനം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും. എന്നാൽ വേദപുസ്തകം പറയുന്നു നമുക്ക് അതിൻ്റെ മധ്യത്തിൽ നമുക്ക് യേശുവിൽ കൂടെ സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന് വായിക്കാമോ? ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ.
ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്ര. നമുക്ക് ആവശ്യങ്ങളും ഭാരങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് സ്തോത്രത്തോടെ ദൈവത്തോട് അർപ്പിക്കാം. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ട, വിചാരപ്പെടണ്ട, എല്ലാം അങ്ങോട്ട് നമുക്ക് ഏൽപ്പിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് താഴോട്ട് വായിക്കുന്നു, അപ്പോൾ ഇങ്ങനെ അർപ്പിച്ച ഉടനെ നിങ്ങൾക്ക് എല്ലാം അങ്ങ് കിട്ടുമെന്നൊന്നും അവിടെ പെട്ടെന്ന് പൗലോസ് എഴുതി വെച്ചിട്ടില്ല. എന്നൊരു കാര്യം പറയുന്നു, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലും വിചാരിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നമുക്ക് കോംപ്രിഹെൻസിബിൾ ആകാത്തതിനൊക്കെ അപ്പുറമായിട്ടുള്ള വലിയൊരു സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് തരാനായിട്ട് ദൈവത്തിന് സാധിക്കും. ഇന്നലെ എനിക്ക് ഒരു സ്ഥലത്തോട്ട് എനിക്ക് യാത്ര ചെയ്യണമായിരുന്നു. പക്ഷേ ഞാൻ ബുക്ക് ചെയ്ത ട്രെയിന് എനിക്ക് അത് അവർ റീഷെഡ്യൂൾ ചെയ്തത് അത് ആ സമയത്ത് അല്ല, പിന്നെ അത് ഉച്ചയ്ക്കത്തേക്കേ ഉള്ളൂ. അപ്പോൾ എനിക്കത് അറിയാനായിട്ട് പറ്റിയില്ല. ഞാൻ പിന്നെ ഒരു ട്രെയിനിൽ ജനറൽ ടിക്കറ്റ് എടുത്ത് ഞാൻ പോയി. അപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂറോളം, 5 മണിക്കൂറിൽ കൂടുതൽ, 5 മണിക്കൂർ അടുത്ത് ഞാൻ നിന്നാണ് യാത്ര ചെയ്തത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ അവിടെ നിലത്തിരിക്കുന്നു. ഭയങ്കര, നമുക്ക് നിൽക്കാൻ കാല് പോലും കുത്താൻ മേലാത്തൊരവസ്ഥയിൽ ഓരോ സ്റ്റേഷനും വരുമ്പോൾ ഞാൻ ഓർത്തു ആളുകൾ കുറയുമെന്ന് ഓർക്കുമല്ല, കൂടുതൽ ആൾക്കാർ ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിലോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇന്നലെ ഞാൻ യാത്ര ചെയ്തപ്പോഴെല്ലാം ഞാൻ കർത്താവിൻ്റെ മുഖത്തോട്ട് മാത്രം ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു. എനിക്കെന്തോ ഞാൻ എന്നോട് തന്നെ പറയും, ഞാൻ ഇതിനെക്കുറിച്ചൊരു നെഗറ്റീവായിട്ട് ചിന്തിക്കാനേ പോകുന്നില്ല. ഞാൻ കർത്താവിൻ്റെ മുഖത്തോട്ട് മാത്രം നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വലിയൊരു സമാധാനം അനുഭവിച്ചു. മാത്രമല്ല ആ തിക്കിന് തിരക്കിലും ഇടയിലും പെട്ട് ഞാൻ പർപ്പസ്ഫുള്ളി ചിലവർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ സമയമെടുത്തു. നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രശ്നങ്ങളുടെ വലിയ കൊടും തീച്ചൂളയിൽ നമ്മളായിരിക്കുമ്പോഴത്തേക്കും നമുക്കറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു സമാധാനം ഇങ്ങനെ ഒഴുകി വരും. അത് യേശുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ സമാധാനത്തിന് വേണ്ടിയാണ് യേശു ജനിച്ചത്. വേദപുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്ന യെശയ്യാവിൻ്റെ പ്രവചനം 53:5 ഒന്ന് വായിക്കാം. യെശയ്യാവ് 53:5. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ യേശു ജനിച്ചതും യേശു ക്രൂശിൽ മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും എല്ലാം. ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം യേശുവിന് തരുവാനായിട്ട് നമുക്ക് സാധിക്കും. യേശു നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു. കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ ഒരു ക്രിസ്മസ് പ്രോഗ്രാമിന് പോയപ്പോൾ നല്ലൊരു സ്കിറ്റ് കണ്ടു. നേരത്തെ കേട്ടൊരു കഥയാണ്, നല്ലൊരു സ്കിറ്റായിട്ട് കാണാനായിട്ട് ഇടയായി തീർന്നു. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം. 2 യുവ മിഥുനങ്ങൾ, ഒരു കപ്പിൾ, ജിമ്മും ഡെല്ലയും. 2 പേർക്കും വലിയ സാമ്പത്തികമൊന്നുമില്ല. എന്നാൽ ക്രിസ്മസ് ആയപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒരു വെസ്റ്റേൺ സ്ഥലത്ത് അവർക്ക് എപ്പോഴും ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കണം. 2 പേരും ഇങ്ങനെ നോക്കി, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ഭർത്താവിന് ഗിഫ്റ്റ് കൊടുക്കണം. ഭാര്യ ചിന്തിക്കുന്നു എൻ്റെ ഭർത്താവിന് കൊടുക്കണം, ഭർത്താവ് ചിന്തിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക്. 2 പേർക്കും പണമില്ല കൊടുക്കുവാനായിട്ട്. അപ്പോഴത്തേക്ക് ഈ ഡെല്ല നോക്കിയപ്പോഴത്തേക്ക് ഡെല്ലയ്ക്ക് ഒത്തിരി നീളമുള്ള മുടിയുണ്ട്. ഈ മുടി മുറിച്ച് അത് വിറ്റിട്ട് അത് കിട്ടുന്ന പൈസ കൊണ്ട് ജിമ്മിന് നല്ലൊരു വാച്ചുണ്ട്, ആ വാച്ചിന് നല്ലൊരു ഒരു സ്ട്രാപ്പ് മേടിക്കാമെന്ന് ഓർത്തു. ഡെല്ല എന്ത് ചെയ്തു, അതിനുള്ളൊരു പറ്റിയൊരു കടയിൽ ചെന്നിട്ട് മുടിയെല്ലാം മുറിച്ച് ജിമ്മിന് പറ്റിയതായ നല്ലൊരു സ്ട്രാപ്പൊക്കെ മേടിച്ച് വീട്ടിലോട്ട് വന്നു. ഇതുപോലെ തന്നെ ജിമ്മും എന്ത് ചെയ്തു പോയി, ഡെല്ലയ്ക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് ഓർത്തു. അപ്പം ജിമ്മ് നോക്കി, ജിമ്മിന് ഇപ്പോൾ ഈ വാച്ച് ഒരു വാച്ച് മാത്രമേ അതിൻ്റെ ഇതേ ഉള്ളൂ. അപ്പോൾ അത് വിറ്റ് കഴിഞ്ഞാൽ
എനിക്ക് ഡെല്ലയുടെ ഈ നീളമുള്ള മുടിയൊക്കെ ചെയ്യുവാനായിട്ട് പറ്റും നല്ലൊരു കോമ്പ്, നല്ലൊരു ചീപ്പ് എനിക്ക് മേടിച്ച് കൊടുക്കാനായിട്ട് പറ്റും. ജിമ്മി എന്ത് ചെയ്തു? ജിമ്മി എന്നിട്ട് ഈ വാച്ച് വിറ്റു, ഈ ഡെല്ലയ്ക്ക് ആവശ്യമുള്ള നല്ല മനോഹരമായൊരു കോമ്പ് മേടിച്ചു. രണ്ടുപേരും വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ജിമ്മ് നോക്കിയപ്പോഴത്തേക്ക് ഡെല്ലയുടെ തലയിൽ മുടിയില്ല, കോമ്പ് കൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നില്ല. ഡെല്ല നോക്കിയപ്പോഴത്തേക്ക് ജിമ്മിന് കൊടുക്കാനായിട്ട് വാച്ച് നോക്കിയപ്പോൾ ഞാൻ പറയുന്നു, എൻ്റെ വാച്ച് ഞാൻ കൊടുത്തു, ഇനിയിപ്പോൾ ഈ സ്ട്രാപ്പ് കൊണ്ട് പ്രയോജനമില്ല. ചിലരൊക്കെയും ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് സ്നേഹിക്കുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. യേശു ചെയ്തത് ഇത് തന്നെയാണ്. യേശു ചെയ്തതൊന്നുമല്ല, ഇതിനപ്പുറമായ സാക്രിഫൈസാണ് ചെയ്തത്. യേശു നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ ഏറ്റുകൊണ്ട് നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ മുഴുവനും യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. യേശുവിനെ ലഭിച്ച ഓരോ അടിയും നമുക്ക് വേണ്ടിയായിരുന്നു. യേശുവിൻ്റെ കൈകൾ തുളയ്ക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയാണ്, കാലുകൾ തുളയ്ക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയാണ്, മുൾക്കിരീടം വെച്ചത് നമുക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടി യേശു ക്രിസ്തു സകല വേദനകളും ഭാരങ്ങളും രോഗങ്ങളും എല്ലാം വഹിച്ചു. എല്ലാവരും ഓർത്ത് യേശു തീർന്നെന്ന് ഓർത്തു. എന്നാൽ 3-ാം ദിവസം ലോകത്ത് ഇതുവരെ നടക്കാത്തൊരു അത്ഭുതം, കല്ലറകളെ ഭേദിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആ യേശു സ്വർഗാരോഹണം ചെയ്ത് ഇന്നും ജീവിച്ചിരിക്കുന്നു. വേദപുസ്തകത്തിൽ പറയുന്നു, യേശു ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ആർക്കും ഈ യേശുവിൽ കൂടെ ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുവാനും ദൈവത്തിൽ നിന്ന് ഈ സമാധാനവും സ്വസ്ഥതയൊക്കെ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ ക്രിസ്മസിൻ്റെ രാത്രിയിൽ ആരെങ്കിലും ഉള്ളിൽ ഒരു അസമാധാനവുമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രി സമയം സമാധാനത്തിനുള്ള രാത്രിയാണ്. ഇന്ന് ഈ രാത്രി സമയം നമ്മൾ പരസ്പരമുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും ഉലച്ചിലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്യുവാനായിട്ടും തിരുത്തുവാനുമുള്ള ഒരു രാത്രിയുടെ സമയമാണ്. നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു ബന്ധം പുനഃസ്ഥാപിക്കാനുള്ളൊരു സമയമാണ്. നമ്മൾ ഒത്തിരി ആകുലപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുവാണെങ്കിൽ എല്ലാം ദൈവകരങ്ങളിലേക്കൊന്ന് ഇറക്കി വെച്ചിട്ട് വളരെ സ്വസ്ഥത, ആർക്കും പറഞ്ഞറിയിക്കാൻ മേലാത്ത വലിയ സമാധാനം കൊണ്ട് നിറയാൻ പറ്റുന്ന ഒരു ഈവനിങ് ആണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്.